തിന്മ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന വലിയ പ്രലോഭനമാണ് നമ്മുടെ ഈ സങ്കടങ്ങളിലേക്ക്, വേദനകളിലേക്കൊക്കെ നോക്കിയിരുന്ന് പരാതിപ്പെടുക എന്നുള്ളത്. ഈ സങ്കടമില്ലെന്നോ, വേദനയില്ലെന്നോ, കടബാധ്യതയില്ലെന്നോ അല്ല, ഇതൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഈ സഹനത്തെ, ഈ വേദനയെ പിശാച് ഒരു ആയുധമാക്കി മാറ്റും. ഈ ലക്ഷ്യം മാറ്റിക്കളയും. ഈ വേദനയിൽ നിന്നോണ്ടും, ഈ കടത്തിൽ നിന്നോണ്ടും, ഈ ഒറ്റപ്പെട്ട് നിന്നോണ്ടും, ഈ ചതിക്കപ്പെട്ട് നിന്നോണ്ടും നിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പ്രകാശമായി തീരുക എന്നുള്ളതാണ്. ഈശോയുടെ ശിഷ്യരായി അപ്പോഴും ജീവിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തെ ഇങ്ങനെ മറച്ചു പിടിക്കും പിശാച്. എന്നിട്ട് ഇങ്ങനെ നോട്ടം കൊണ്ടു നോക്കിയേ, നീ ഫോളോവറായിട്ട്, നീ ഫാനായിട്ട്, നീ വലിയ ശിഷ്യനാവാൻ ശ്രമിച്ചിട്ട് കടം, രോഗം, ബുദ്ധിമുട്ട്, വീട്ടിലെ പ്രശ്നം, അത്തയിലോട്ട് തന്നെ നമ്മൾ നോക്കിയിരുന്ന് വലിയ ലക്ഷ്യം മറന്നുപോകും. കിട്ടുന്നുണ്ടോ? പിശാചിന്റെ ആ ആക്രമണത്തെ, ആ പ്രലോഭനത്തെ നമ്മൾ ചെറുക്കണമെങ്കിൽ ഈ കുറവുകളിലേക്കല്ല നോക്കുന്നത്, വരുന്ന കൃപയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. നീ ഇതൊക്കെ ചെയ്തില്ലേ, നീ ഇതൊക്കെ ചെയ്തില്ലേ, നീ ഇങ്ങനെയല്ലേ എന്ന് പറയുന്ന പിശാചിന്റെ സ്വരത്തിനല്ല നമ്മൾ കാതോർക്കേണ്ടത്. ഞാൻ അതൊക്കെ ചെയ്തെങ്കിലും പിശാചേ, ഈ ലോകത്തിലുള്ള പാപികളിൽ ഒന്നാമനായി എനിക്ക് എന്ത് ലഭിച്ചു? കരുണ ലഭിച്ചു, കൃപ ലഭിച്ചു. അവിടുത്തെ സ്നേഹത്തോടൊപ്പം, വിശ്വാസത്തോടൊപ്പം ആ കൃപ, ആ കരുണ എന്നിലേക്ക് കവിഞ്ഞൊഴുകി. അങ്ങനെ പറഞ്ഞ് വിശ്വസിച്ച് നടക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനെ തോൽപ്പിക്കാൻ തിന്മയുടെ ശക്തികൾക്കോ, നരകത്തിന്റെ കോട്ടകൾക്കോ, അന്ധകാരത്തിന്റെ പിടുത്തങ്ങൾക്കോ സാധിക്കില്ല. അവനെ നയിക്കാൻ പോകുന്നത് ഉള്ളിലുള്ള ഈശോയായിരിക്കും. അവനെ നോക്കിയാൽ ഈശോ എന്ന്, അവളെ നോക്കിയാൽ ഈശോ എന്ന് ഈ ഇരുട്ട് നിറഞ്ഞ ലോകത്തിന് പറഞ്ഞേ പറ്റൂ. പറഞ്ഞേ ഹല്ലേലൂയ.